ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആയുസ്സിൻ്റെ മധ്യത്തിൽ നമ്മെ നീക്കിക്കളയാത്ത നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനുഷ്യായുസ്സിൻ്റെ ക്ഷണികതയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നു. മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ആയുസ്സ് ചെറുതും എപ്പോൾ തീരുമെന്ന് നിശ്ചയമില്ലാത്തതുമാണെന്ന് ഇന്നലെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. വീണ്ടും യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെയും പുല്ലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ്റെ ആയുസ്സിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുല്ലിന് സമമായിരിക്കുന്ന, ഒരു പൂവിന് സമമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിളിച്ചു പറയുന്ന ഒരുവൻ്റെ ശബ്ദം കേൾക്കുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ സകല ജഡവും പുല്ല് പോലെ ആകുന്നു എന്നാണ് പറയുന്നത്. പുല്ല് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് വാടിപ്പോകും, വെയിൽ വരുമ്പോൾ അത് ഉണങ്ങിപ്പോകും. എന്നാൽ പ്രിയമുള്ളവരെ, നാമും അങ്ങനെ തന്നെയുള്ള ഒരു ആയുസ്സിലാണ് ആയിരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് വളരെ ഭയത്തോടെ, എപ്പോൾ നമ്മുടെ ഈ ആയുസ് തീരുമെന്ന് നമുക്കാർക്കും പ്രവചിക്കാനായിട്ട് കഴിയുകയില്ല. അതെപ്പോൾ വേണമെങ്കിലും, എവിടെ വെച്ച് വേണമെങ്കിലും, ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഓർത്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തിക്കൊണ്ട് മുന്നേറുവാൻ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എവരെയും ബലപ്പെടുത്തട്ടെ.